ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ വൈപ്പിൽ നിന്ന് വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 6-7 മാസം മുമ്പ് ഫുൾ വർക്ക് ചെയ്തു പോയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ സ്റ്റീറിംഗ് കവർ, സീറ്റ്, അതുപോലെ തന്നെ സ്റ്റീരിയോ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് പോയിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ ഈ വണ്ടി വന്നിട്ടുള്ള ഡാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 ഡോറ് ഡാമ്പിങ്, അതേപോലെ ഇത് ഷാർപ്പിൻ്റെ സ്റ്റീരിയോണ്. നമ്മൾ അന്ന് ഫിറ്റ് ചെയ്ത് പോയിട്ടുള്ള സ്റ്റീരിയോണ്. ഷാർപ്പിൻ്റെ ഏതാണ്ട് 1 വർഷം താഴെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, 6-8 മാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ളത് 4 ഡോറ് ഡാമ്പിങ്ങും അതേപോലെ നല്ലൊരു ആമ്പും വെച്ച് സൗണ്ട് ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ 4 ഡോറിൻ്റെ പാഡ് നമ്മൾ അഴിച്ചു, അതിൻ്റെ സ്പീക്കേഴ്സ് അഴിച്ചു. അപ്പോൾ ഡോറിൻ്റെ ആമ്പ് ചെയ്ത് നമ്മൾ വേറെ ആമ്പ് വെക്കുമ്പോൾ സ്പീക്കർ പിന്നെ നമ്മളിത് ഫിറ്റ് ചെയ്യാറില്ല. വേറെ നല്ല സ്പീക്കർ നമുക്ക് എന്ന് വെച്ചാൽ കൂടുതൽ പവറുള്ള സ്പീക്കർ ഫിറ്റ് ചെയ്യണം. ഇത് സാധാരണ കമ്പനി വരുന്ന സ്പീക്കറാണ്, ഇതിൽ ട്യൂട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഊരിയിട്ട് നമ്മളിത് നല്ല അടിപൊളിയായിട്ടുള്ള മൊറൈൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കേഴ്സാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് 4 ഡോറിലേക്ക്. അതിൽ ഫ്രണ്ടിൽ 2 ഡോറ് കോമ്പണൻറ്റും ബാക്ക് 2 ഡോറ് കൊയാക്സിൽ, അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നല്ലൊരു കാരിയർ. അപ്പോൾ ഇതിൻ്റെ ഈ സ്പോയിലറും സാധനങ്ങളൊക്കെ അന്ന് ഫിറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു കാരിയർ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 4 ഡോറ് ഡാമ്പിങ്ങും അതേപോലെ മൊറൈലിൻ്റെ 4 സ്പീക്കേഴ്സും അതേപോലെ നല്ല അടിപൊളിയായുള്ളൊരു ആമ്പ് വെച്ചിട്ടാണ് നമ്മൾ സ്പീക്കേഴ്സിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതേ വിൻഡോ ഗാർണിഷ്, ലോവർ, ക്യാച്ച് ഓവർ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തു പോയിട്ടുള്ളതാണ്. ഇതാണ് മാക്സിമോ എന്ന് പറഞ്ഞൊരു മോഡൽ, മൊറൈൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കേഴ്സാണ്, മാക്സിമോ 6. ഇതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് കോമ്പണൻ്റ് ആണ്, ഒരു പെയർ കോമ്പണൻറ്റും പിന്നത്തെ ഒരു പെയർ വരുന്നത് കൊയാക്സിലാണ്. അങ്ങനെ 4 ഡോറിലേക്ക് നമ്മൾ സ്പീക്കേഴ്സ് വെക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സ്പീക്കേഴ്സാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അതേപോലെ വർക്കിങ്ങും നല്ല അടിപൊളി വർക്കിംഗ് ആവും ചെയ്തിട്ടുണ്ട്. ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ കോമ്പണൻറ്റിൻ്റെ പ്രത്യേകത, അതിൻ്റെ ട്യൂട്ടർ സെപ്പറേറ്റ് ആണ് വരുന്നത്. കൊയാക്സിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ കൂടെ തന്നെയാണ് ട്യൂട്ടറും വരുന്നത്. ഇത് കൊയാക്സിലാണിത്. നേരത്തെ കാണിച്ച ബോക്സാണ് കോമ്പണൻറ്റ്. അപ്പം മൊറൈൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ മാക്സിമോ എന്ന് പറഞ്ഞ ഒരു സീരീസാണ്. കണ്ടുമ്പോൾ ട്യൂട്ടർ നിങ്ങൾക്ക് കറക്റ്റ് ടൈം കാണാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണാം. സാധാരണ കൊയാക്സിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ കൂടെ തന്നെ ട്യൂട്ടർ വരും. കോമ്പണൻ്റ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആണ് വരിക. അപ്പോൾ ഇത് നല്ല വലിയ മാഗ്നറ്റായിട്ട് വരുന്നൊരു സ്പീക്കറാണ്, നല്ല പവറുള്ള സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എൻ്റെ ബാക്കി ഫിറ്റിങ്സും കാര്യങ്ങളും കാണാം, ഡോർ ഡാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ആമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 ചാനൽ നമ്മൾ കൊടുക്കുന്ന ആമ്പി കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വി ഗാർഡിൻ്റെ വയർ, സ്പീക്കർ വയർ, ഇതേ വി ഗാർഡിൻ്റെ വയർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സെറ്റൊക്കെ ഊരി അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും അവിടെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ആമ്പ്. അപ്പോൾ ഫ്രണ്ടിൽ സീറ്റിൻ്റെ അടിയിലാണ് നമ്മൾ 4 ചാനൽ ആമ്പാണ് നമ്മൾ വെക്കുന്നത്. ആ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ആമ്പാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ സ്പീക്കേഴ്സിന് കൊടുക്കുന്ന വയർ ഗേജ് ഇല്ല എന്നുണ്ടെങ്കിൽ സിഗ്നൽ ലോസ് ആവും. അപ്പോൾ നല്ല ഗേജുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വയർ, വി ഗാർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വയറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എർട്ടിഗയിൽ ശരിക്കും ഫ്രണ്ട് സീറ്റിൽ, ഇപ്പോൾ ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്കവിടെ ആമ്പ് വെക്കാൻ പറ്റില്ല, അവിടെ ചെറിയൊരു ബാറ്ററി വരും. അപ്പോൾ ഹൈബ്രിഡ് അല്ലാത്ത കാരണം ശരിക്കും ഒരു കള്ളി പോലെ തന്നെ അതിൽ കറക്റ്റായിട്ട് അതിൽ ഇരുന്നോളും. അതേപോലെ തന്നെ ട്യൂട്ടറിൻ്റെ വയറും സെപ്പറേറ്റ് നമുക്ക് കൊടുക്കണം. അതേപോലെ ഡാമ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൽ സ്പീക്കർ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡാമ്പിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രണ്ടിലെ ഒരു ഡോറിൻ്റെ ഡാമ്പിങ് അവിടെ ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ 4 ഡോറിലേക്ക് നമ്മൾ ഡാമ്പിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. 4 ഡോറ്, 4 ഡോറ് ഡാമ്പിങ്ങാണ്. അത് പുറം മാത്രം, അകം ചെയ്യുന്നില്ല, പുറം മാത്രമാണ് ഡാമ്പ് ചെയ്യുന്നത്. ശരിക്കും ഡാമ്പ് ചെയ്താൽ നല്ല വർക്കിംഗ് ആയിരിക്കും. പക്ഷെ കമ്പനി സ്പീക്കർ എന്ന് പറയുമ്പോൾ അതിന് വർക്കിംഗ് കുറവായിരിക്കും. എന്നുവെച്ചാൽ വാട്ട്സ് ഇല്ലാത്തൊരു സ്പീക്കറാണ്. അപ്പോൾ ഡാമ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്പീക്കർ കൂടി മാറണം. പിന്നെ അതിൻ്റെ ആംറസ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്നത്, ആംറസ്റ്റ് നമ്മൾ അതിൻ്റെ കളറ് മാറ്റി, നമ്മൾ സീറ്റിൻ്റെ സെയിം കളർ തന്നെ കൊടുത്തു. അതേപോലെ തന്നെ നമ്മളൊരു DVR ഇതിലേക്ക് ആഡ് ചെയ്തു. ആ DVRൻ്റെ ആണ് ഞാൻ മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിക്കി ഡോറിൻ്റെ മുകളിലാണ് നമ്മളത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ബാക്ക് DVR ആണ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വയറിങ്ങാണ് നമ്മൾ കാണുന്നത്, ക്യാമറയും ബാക്കിലെ ക്യാമറയും.
ഇപ്പം മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരിയറും അതേപോലെ തന്നെ ആംബ് 4 ചാനൽ ആംബ്. ഇതാണ് ആംബും അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ടൈ അടിച്ച് ഈ ഡോർ സൈഡിയോടെ, നമ്മുടെ റണ്ണിംഗ് ബോർഡിൻ്റെ സൈഡിയോടെ കറക്റ്റായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംബ് വരുന്നത്, സ്നാപ്ട്രോണിക്സിൻ്റെ ആംബ്. അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ട് വളരെ കറക്റ്റായിട്ട് തന്നെ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയും ചെയ്തിരുന്നു, അത് വി ഗാർഡിൻ്റെയാണ് നമ്മൾ കേബിളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. 4 ചാനലിൻ്റെ വയേഴ്സാണ് അത് പോയിരിക്കുന്നത്. ഇനി നമുക്കതിൽ ചെയ്യാനുള്ള ആകെയുള്ള വർക്ക് ഈ ക്യാരിയറാണ്. അപ്പോൾ ഇത് ഈ ക്യാരിയർ ഗോഫാർ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. എംടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗോഫാർ എന്ന് പറഞ്ഞ അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരിയറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യണത്. അതിൻ്റെ പ്രത്യേകത, അത് ബോഡി കളറാണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയോട് ചേർന്ന് നിൽക്കും ചെയ്യും. ഈ ആംറസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ കവർ സാധാരണ ഒറ്റ കളറിലുള്ള ഒരു കവറായിരുന്നു, അത് മാറ്റി നമ്മൾ ആ സീറ്റിന് മാച്ചാവുന്ന രീതിയിലുള്ള ബീജും ബ്ലാക്കും കൂടി ചെയ്തു. ഇതാണ് ക്യാരിയർ വരുന്നത്. എംടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യാരിയറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല ബോഡി കളറ് ആണ്, അതേപോലെ തന്നെ ബോഡിയോട് ചേർന്ന് നിൽക്കും ചെയ്യും. ഗോഫാർ എന്നാണ് ഈ മോഡലിനെ പറയുന്നത്. കണ്ട, ഇതോടുകൂടി നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ 4 ഡോർ സ്പീക്കറും അതുപോലെ ഡാമ്പിങ്, ആംബ്, അതേപോലെ തന്നെ ക്യാരിയർ, ഇതിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. ബാക്കി ഫുൾ വർക്ക് നമ്മുടെ അവിടെ നിന്ന് ചെയ്തു പോയിട്ടുള്ളൊരു വണ്ടിയാണ്. ഏതാണ്ട് ഒരു 7-8 മാസം മുമ്പ് ചെയ്തു പോയിട്ടുള്ള വണ്ടിയാണ്. വൈപ്പിനിൽ നിന്നാണ് അന്ന് ഈ വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 4 ഡോർ സ്പീക്കർ, മൊറൈലിൻ്റെ സ്പീക്കർ, അതുമാത്രമല്ല അതിന് ആംബ് വെച്ചിട്ട് കൊടുക്കാവുന്ന കോമ്പഡൻ്റ് കൊയാക്സിൽ സ്പീക്കർ, അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാരിയർ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഇത്രയും വർക്ക് നമുക്ക് ഇന്നിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഫുൾ വർക്ക് നമ്മുടെ കഴിഞ്ഞു. ഇതേ ഗോഫാർ എംടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ. അപ്പോൾ ഓക്കെ, ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.